റഷ്യയ്ക്ക് പുതിയ കൂട്ടുകെട്ട്. താലിബാനുമായി സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ച് റഷ്യ. വമ്പൻ നീക്കവുമായിട്ടാണ് പുടിൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഭരണകക്ഷിയായ താലിബാനുമായി ഔദ്യോഗിക സൈനിക സഹകരണ കരാറിൽ റഷ്യ ഒപ്പുവെച്ചിരിക്കുകയാണ്. മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലാണ് ഇരുവിഭാഗവും കരാർ ഒപ്പിട്ടത്. താലിബാൻ സ്ഥാപകൻ മുല്ല മുഹമ്മദ് ഒമറിന്റെ മകനും നിലവിലെ പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് യാക്കൂബ് അടക്കമുള്ള ഉന്നത താലിബാൻ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായി മാറിയ റഷ്യ പുതിയ കരാറിലൂടെ അഫ്ഗാനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. കരാറിന്റെ വിശദാംശങ്ങൾ ഇരുപക്ഷവും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ താലിബാൻ തങ്ങളുടെ പരിചയസമ്പന്നരായ പോരാളികളെ അയക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വഴി തുറന്നിട്ടുണ്ട്. 2024 റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ഉത്തര കൊറിയ ആയിരക്കണക്കിന് സൈനികരെ മോസ്കോയുടെ സഹായത്തിനായി വിന്യസിച്ചിരുന്നു. എന്നാൽ താലിബാനുമായി അത്തരമൊരു ധാരണയുള്ളതായി നിലവിൽ തെളിവുകളൊന്നുമില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം നടത്തിയപ്പോൾ സോവിയറ്റ് സൈന്യത്തിനെതിരെ പതിറ്റാണ്ടുകളോളം സായുധ പോരാട്ടം നടത്തിയ അഫ്ഗാൻ മുജാഹിദീനുകളുടെ ഭാഗമായിരുന്നു താലിബാൻ എന്ന ചരിത്ര പശ്ചാത്തലമുള്ളതിനാൽ ഇപ്പോഴത്തെ റഷ്യ താലിബാൻ സൈനിക സഖ്യം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. റഷ്യ ലോകത്തിലെയും മേഖലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിസ്തൃതമാവുകയാണെന്നും സമ്മേളനത്തിൽ സംസാരിച്ച താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത സഹായിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ സെർജി ഷൊയ്ഗു അഫ്ഗാനിസ്ഥാനുമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ മരവിപ്പിച്ച ആസ്തികൾ ഉടനടി വിട്ടുനൽകുമെന്നും 20 വർഷത്തെ അഫ്ഗാൻ അധിനിവേശത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യണമെന്നും ഷൊയ്ഗു ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലും മധ്യേഷ്യയിലും ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രാദേശിക ഘടകമായ ഐസിസ് ഖൊറാസാൻ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും റഷ്യൻ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കുവച്ചു. എന്നാൽ ഈ ആശങ്കകളെ താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് തള്ളിക്കളയുകയാണ് ചെയ്തത്. അഫ്ഗാനിൽ നിന്നും ഐസിസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്നും തങ്ങളുടെ മണ്ണിൽ നിന്നും മറ്റ് രാജ്യങ്ങൾക്ക് നേരെ യാതൊരുവിധ ഭീകര പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ റഷ്യയുമായുള്ള പുതിയ കരാർ സൈനികരെ വിന്യസിക്കുന്നതിനേക്കാൾ ഉപരി സുരക്ഷാ സഹകരണം, സൈനിക ഉപകരണങ്ങളുടെ പിന്തുണ, മേഖലയിലെ സുസ്ഥിരത എന്നിവയിലായിരിക്കും ഊന്നൽ നൽകുകയെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാബൂളും മോസ്കോയും തമ്മിൽ ഒപ്പുവെച്ച ഏറ്റവും പുതിയ കരാർ ഒരു സുരക്ഷാ കരാറോ പ്രതിരോധ കരാറോ അല്ലെന്നും സാങ്കേതിക സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണെന്നും അവകാശപ്പെട്ടു. കാബൂൾ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മുജാഹിദ് റഷ്യയുമായി ഒപ്പുവെച്ച് കരാർ ഒരു സാങ്കേതിക സൈനിക സഹകരണ കരാറാണെന്ന് പറഞ്ഞു. വരും ദിവസങ്ങളിൽ കാബൂളിനും മോസ്കോയ്ക്കുമിടയിൽ ഇത് നടപ്പിലാക്കും. മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനു പകരം ദേശീയ താൽപര്യങ്ങളും പ്രാദേശിക സ്ഥിരതയും നിറവേറ്റുന്നതിനാണ് അഫ്ഗാനിസ്ഥാന്റെ സൈനിക നവീകരണ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് മുജാഹിദ് ഊന്നി പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഭീഷണിയല്ല എന്നതാണ് ഞങ്ങളുടെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനിക മേഖലയിലെ ഈ വികസനങ്ങളും പുരോഗതികളും പ്രാദേശിക സുരക്ഷാ സഹകരണത്തെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. റഷ്യയും താലിബാനും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണ കരാർ പൂർണ്ണമായും റഷ്യൻ നിർമ്മിത സൈനിക ഉപകരണങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നന്നാക്കുന്നതിലും പുനഃസ്ഥാപിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള റഷ്യയുടെ പ്രത്യേക പ്രസിഡന്റിന്റെ പ്രതിനിധി സമീർ കാബൂലോവ് പറഞ്ഞു. എന്തൊക്കെയായാലും രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് റഷ്യയുടെ ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.